യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം കാണാൻ കഴിയും. അത് സത്യത്തിൽ യു ഡി എഫിന് അനുകൂലമായ വികാരമല്ല. ഇവിടെ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായ ഒരു ഹൃദയ വികാരമാണ്. വാർത്ത ഇടതുപക്ഷക്കാരെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഒരു നേട്ടത്തിന് വേണ്ടിയല്ലാതെ ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ. അവരൊക്കെ നിരാശരാണ്. അവർക്ക് ഈ സർക്കാരിൻ്റെ പല പ്രവൃത്തികളെക്കുറിച്ചും വലിയ അതൃപ്തിയുണ്ട്, വലിയ വിയോജിപ്പുണ്ട്. അവരത് സർക്കാരിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ തിരുത്തും? അവർക്ക് തിരുത്താൻ കഴിയുന്നത് ഈ ചൂണ്ടുവരലുകൊണ്ടാണ്. കോൺഗ്രസ് അനുകൂല തരംഗമോ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല തരംഗമോ വേറെ ആർക്കെങ്കിലും അനുകൂല തരംഗമല്ല. ഇവിടെ ഉള്ളത് നെഗറ്റീവ് വോട്ടാണ്. നെഗറ്റീവ് വോട്ടെന്ന് വെച്ചാൽ 10 കൊല്ലം ഭരിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ആവലാതികൾ. പക്ഷെ യഥാർത്ഥത്തിൽ അപകടം എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ വീതം വെച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ജയിക്കാവുന്ന സീറ്റിലേക്ക് തോൽക്കാവുന്ന സ്ഥാനാർത്ഥി വരികയാണ്, അല്ലെങ്കിൽ തീരെ ജയസാധ്യത ഇല്ലാത്ത ആളുകൾ വരികയാണ്. അത് സ്വാഭാവികമായിട്ടും മുന്നണിയെ പൊതുവിലും കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ചും ബാധിക്കും. ലീഗിൻ്റെ സാമ്രാജ്യത്തിൽ വലിയ വിള്ളലൊന്നും സംഭവിക്കില്ല. 1-2 സീറ്റ് കിട്ടുകയോ കൂടുതൽ കിട്ടുകയോ പോവുകയോ ചെയ്തേക്കാം. ഒരു സ്ട്രോങ് വിക്കറ്റിലാണ് LDF സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. നേരെ മറിച്ച് UDF സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വളരെ വഴുതുന്ന ഒരു പ്രതലത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് ഒരേ സമയത്ത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതോടൊപ്പം കടന്നാക്രമിക്കുകയും ചെയ്യണം. അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൊണ്ട് LDF പരാജയപ്പെടും, UDF ബൈ ഡിഫോൾട്ട് വിജയിക്കും. UDF മേൽമോട്ടല്ല, LDF പരാജയം കൊണ്ട് ഇവർ വിജയിക്കും. പഴയ BJP അല്ല, BJP ഒരു വളരെ ഫോർമിഡബിൾ ഫാക്ടറായിട്ട് മാറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പരമ്പരാഗതമായിട്ടുള്ളൊരു വളർച്ച മാത്രമല്ല. മുമ്പൊക്കെ കോൺഗ്രസിൽ നിന്ന് പിടിക്കുന്ന വോട്ടുകളാണ് BJPയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അത് LDF നിന്ന് വോട്ട് പിടിക്കാൻ തുടങ്ങി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് A. ജയശങ്കറിലേക്ക് സ്വാഗതം. കേരളം ഏറ്റവും ഉദ്വേഗജനകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 മുന്നണികൾ ഏറ്റുമുട്ടുമ്പോൾ ത്രികോണപ്പോര് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ 2 ടേമിൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്ന UDF നിലവിലെ വിജയസാധ്യതയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് A. ജയശങ്കർ പരിശോധിക്കുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെട്ടു. എന്നാൽ ഇടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടി ശക്തമായ തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനമാണ് UDF നടത്തിയത്. LDF പ്രതീക്ഷകൾക്ക് ശക്തമായി തിരിച്ചടി നൽകുവാൻ അവർക്ക് സാധിച്ചു. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ ആ മേൽക്കൈ, ആ എഡ്ജ് UDF എത്രത്തോളം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. UDF നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അവരുടെ സാധ്യതകളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്? കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ചില നിരീക്ഷണങ്ങൾ വന്നത് അവർക്ക് അനുകൂലമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ്. ഇപ്പോഴെന്താണ്? അവരുടെ ലീഡ് കൂടിയിട്ടുണ്ടോ അതോ LDF നില മെച്ചപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്നാമത് അതിൽ ഇൻകംബൻ്റായിട്ടുള്ള പാർട്ടി, ഭരിക്കുന്ന പാർട്ടി. രണ്ടാമത് അവർ എതിർക്കുന്ന പാർട്ടികൾ ഉള്ളപ്പോൾ പാർട്ടികൾ. ചിലപ്പോൾ ചില പാർട്ടികളുടെ ചില സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം അന്യഥാ തോൽക്കുമായിരുന്ന ഒരു മുന്നണിയെ, ഒരു പാർട്ടിയെ ജയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ജയിക്കാവുന്ന സ്ഥാനാർത്ഥി തോൽക്കേണ്ടുന്ന സ്ഥാനാർത്ഥി ജയിക്കുകയൊക്കെ ചെയ്യും. പല ഘടകങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്. സാമുദായിക ഘടകങ്ങളുണ്ടാവും, രാഷ്ട്രീയ ഘടകങ്ങളുണ്ടാവും, സാമൂഹിക ഘടകങ്ങളുണ്ടാവും. ചിലപ്പോൾ ഭൂപ്രകൃതിയും കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാം. ഈ ഒറ്റക്കേൾവിയിലെ ആൾക്കാർക്ക് അത്ഭുതമൊന്നുമില്ല, കാലാവസ്ഥ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഇനി ബംഗ്ലാദേശിൽ അത്ര രൂക്ഷമോ ഗുരുതരമോ ഒന്നും അല്ലെങ്കിൽ പോലും എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നൊരു സംഭവം, 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് AK ആൻ്റണിയാണ് കേരള മുഖ്യമന്ത്രി. വലിയ മത്സരമാണ്. മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഭയങ്കരമായ വെയിലും ചൂടും ശുദ്ധജലക്ഷാമവും അനുഭവപ്പെട്ടു. കുടിവെള്ളം കിട്ടാനില്ല. കേരളത്തിലെമ്പാടും അത്ര വലിയ വരൾച്ചയാണ്. അപ്പോൾ ഈ കുടിവെള്ളം കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാകും. തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്കാണ്. ദേശീയ രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയമൊക്കെയാണ് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ ജനങ്ങൾ പെട്ടെന്ന് അവരെ ബാധിച്ച വിഷയം കുടിവെള്ളക്ഷാമം. അത് സ്വാഭാവികമായിട്ട് അന്ന് ഭരിക്കുന്ന പാർട്ടിക്ക്, കോൺഗ്രസിന് എതിരായി.
അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയമുണ്ട്. വേറെ ഘടകങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും കുടിവെള്ളക്ഷാമം പെട്ടെന്നുണ്ടായ വരൾച്ച പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാം എന്നത് തെളിയിച്ചു. ഇനി അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവം, ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിക്കാൻ സംഭവം. ഇവിടെയുള്ള ആരുടെയും ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ അല്ല അങ്ങനെ സംഭവിച്ചത്. പക്ഷെ അത് വലിയ സഹതാപതരം ഉണ്ടാക്കി. അന്യത ഇടതുപക്ഷം ജയിക്കാമായിരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരിച്ചു. ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പും തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വന്നാൽ ഇവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം കാണാൻ കഴിയും. അത് സത്യത്തിൽ യു ഡി എഫിന് അനുകൂലമായ വികാരമല്ല. ഇവിടെ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന് എതിരായ ഒരു ഹൃദയ വികാരമാണ്. ആ വികാരം കോൺഗ്രസ്സുകാർക്കല്ല, ബി ജെ പിക്കാർക്കുമല്ല, ലീഗുകാർക്കും അല്ല, വേറെ ആർക്കുമല്ല. കൂടുതലായിട്ടുള്ളത് ഇടതുപക്ഷക്കാർക്ക് തന്നെയാണ്. ഇടതുപക്ഷക്കാരായ ആത്മാർത്ഥ ഇടതുപക്ഷക്കാരെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു നേട്ടത്തിന് വേണ്ടിയല്ലാതെ ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരൊക്കെ നിരാശരാണ്. അവർക്ക് ഈ സർക്കാരിൻ്റെ പല പ്രവൃത്തികളെക്കുറിച്ചും വലിയ അതൃപ്തിയുണ്ട്, വലിയ വിയോജിപ്പുണ്ട്. അവരത് സർക്കാരിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ തിരുത്തും? അവർക്ക് തിരുത്താൻ കഴിയുന്നത് ഈ ചൂണ്ടുവരലുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിന് നമ്മുടെ മുമ്പിൽ ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടു വയ്ക്കുമ്പോൾ നമ്മൾ എതിർ പാർട്ടി കൂട്ടി. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ ശരിക്കുള്ള പ്രശ്നം. അല്ലാണ്ട് കോൺഗ്രസ് അനുകൂല തരംഗമോ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല തരംഗമോ വേറെ ആർക്കെങ്കിലും അനുകൂല തരംഗമല്ല. ഇവിടെ ഉള്ളത് നെഗറ്റീവ് വോട്ടാണ്. നെഗറ്റീവ് വോട്ടെന്ന് വെച്ചാൽ 10 കൊല്ലം ഭരിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ആവലാതികൾ, അത് ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൂടി അവർ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്ര കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, അപ്പോൾ കഴിഞ്ഞ കുറേയേറെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ യു ഡി എഫിൻ്റെ പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നല്ലോ. യു ഡി എഫ് ഓരോ ഉപതെരഞ്ഞെടുപ്പിലും കുറെ കൂടി മെച്ചപ്പെട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. അത് ശരിയാണ്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് വേറൊരു കാര്യമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റുകയില്ല. ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലത്ത് വളരെ ശക്തമായ പ്രവർത്തനം 2 ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ 3 ഭാഗത്തു നിന്നും നടത്തുന്നു. ജനങ്ങൾ ഒരു തീരുമാനത്തിലെത്തുന്നു. അതിൻ്റെ ഫലം സിറ്റീസ് അതേപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല, പ്രതിഫലിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ നമ്മൾ ഈ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. യു ഡി എഫിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല. ഇപ്പോൾ 2021 വലിയ പരാജയം ഉണ്ടാവും. പരാജയത്തെ തുടർന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനവും അതേപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് സ്ഥാനവും ഒഴിയും. തൽസ്ഥാനത്ത് വി ഡി സതീശനും കെ സുധാകരനും വരുന്നു. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണ്, 2 തരത്തിലുള്ള വ്യക്തികളുമാണ്. പക്ഷേ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ്സുകാർ ആത്മവിശ്വാസം വീണ്ടെടുക്കും. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ്സുകാർക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ആത്മവിശ്വാസം പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്നത്. നമ്മളത് ക്രമാനുഗതമായിട്ട് പരിശോധിച്ചാൽ കൃത്യമാണ്. ലിയോ ചോദിച്ച ചോദ്യം ശരിയാണ്. അത് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളതല്ല പ്രധാനം. യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഏതാണ്ട് കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവരാദ്യം തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളതല്ല. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് തന്നെ പുതുപ്പള്ളിയിലും ചെയ്തു. എല്ലാവർക്കും അറിയാം ചാണ്ടി ഉമ്മനായിരിക്കും സ്ഥാനാർത്ഥി. എങ്കിൽ പോലും അത് പ്രഖ്യാപനം അന്ന് തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. പാർട്ടിക്കകത്തുള്ളത് പറഞ്ഞു തീർത്തു. നേരത്തെ 19 സീറ്റുണ്ടായിരുന്നു, ഇപ്പോൾ 18 സീറ്റായിട്ട് കുറഞ്ഞു. എങ്കിൽ പോലും 18 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളി നേരിട്ട് അവർ വിജയിച്ചു. അതും കഴിഞ്ഞ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് വലിയൊരു അഗ്നിപരീക്ഷമായിരുന്നു. കാരണം PV അൻവറിനെ മാറ്റി നിർത്തി അൻവർ പറഞ്ഞ ആൾക്ക് സീറ്റും കൊടുത്തില്ല. അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവറിനെ ധിക്കരിച്ചുകൊണ്ട് നിലമ്പൂർ പോയി ഫൈറ്റ് ചെയ്യാണ്. അൻവറും അത് പേഴ്സണലായിട്ട് തന്നെ ഒരു ഫൈറ്റായിട്ട് എടുത്തു. പക്ഷേ അവസാനം ഇവർ തന്നെ വിജയിച്ചു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചു. അപ്പോൾ അതൊക്കെ വഴിക്ക് വളരെ ശക്തമായ ഒരു നിലയിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അതാണ് പ്രധാനം. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്. അവിടെ ഇത് ആവർത്തിച്ചു. അപ്പോൾ ഇനി നിയമസഭയിലേക്കും ഇത് ആവർത്തിക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ സംഗതി. സർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് KPCC അധ്യക്ഷനെ മാറ്റുന്ന ഒരു പ്രക്രിയ കണ്ടു. അതിനെ പൊളിറ്റിക്കലി എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? കോൺഗ്രസ് പാർട്ടിയാണ്, നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, പല ഘടകങ്ങളുണ്ട്.
ഒട്ടേറെ സഭകളുടെ അഭിപ്രായം അവിടെ വലിയ മാറ്ററാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ KPCC പ്രസിഡന്റായി കെ സുധാകരൻ, നമുക്കറിയാം അദ്ദേഹം ഒരു സെമി കേഡർ സംവിധാനം കോൺഗ്രസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേച്ചർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കമാൻഡിംഗ് പവർ നമുക്കറിയാം. അദ്ദേഹത്തിൽ നിന്നും സണ്ണി ജോസഫിലേക്ക് മാറുകയാണ്. ആ ഒരു KPCC പ്രസിഡന്റ് തലപ്പത്തെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ അഴിച്ചുപണിയെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, KPCC പ്രസിഡന്റിന് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും ഒരു വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഹൈക്കമാൻഡും ഇവിടുത്തെ ലോ കമാൻഡും ഒക്കെ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കാൻ പറ്റൂ. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. രണ്ടാമത്, അദ്ദേഹത്തിന് കേരളത്തിനകത്ത് പുറത്ത് ഒരുപാട് ആരാധകരും അനുയായികളുമുണ്ട്. ഇവരൊന്നും പറഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മാത്രമേ അദ്ദേഹത്തെ നീക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തെ കൊണ്ട് ഇവർ ഒരു വിധത്തിൽ ഒരു അർത്ഥസമ്മതം പറയിപ്പിച്ചു. പിന്നെ പുള്ളിയുടെ കൂടി താല്പര്യം മുൻനിർത്തി സണ്ണി ജോസഫിനെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. അതിനുശേഷമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ടാകുന്നത്. അതിലും വലിയ വിജയം കൈവരിച്ചു. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നടന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നാടകങ്ങളൊക്കെ നമ്മൾ കാണാനിടയത്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അന്ന് ഒരു രഹസ്യ ധാരണയുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിയുന്നു, മനസ്സോടെയാണ് അദ്ദേഹം ഒഴിഞ്ഞതെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം നമുക്കറിയാൻ കഴിയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നൊരു ധാരണ അന്ന് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡിമാൻഡ് ഉന്നയിച്ചത്. തൻ്റെ ചോര കൊണ്ട് പടുത്തുയർത്തിയതാണ് കണ്ണൂർ മണ്ഡലം എന്നുള്ള രീതിയിൽ അദ്ദേഹം കൃത്യമായി പരസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു വിഷയം, ഈ കെ സുധാകരനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത്, അത് ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക എന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി വന്നു, TO മോഹനെ സ്വീകരിച്ചു, ഷാൾ അണിയിച്ചു, അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്തുണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അത് കോൺഗ്രസിനെ ഇനി ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിന്, അതും കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു നേതാവ്, വെറൊരു നേതാവല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവനും അല്ലെങ്കിൽ അതിൽ ഗണ്യമായൊരു ഭാഗം CPM-കാരായിട്ട് ഇടതുപക്ഷക്കാരായിട്ട് വഴക്കുണ്ടാക്കാനും ഏറ്റുമുട്ടാനും കോടതി കയറാനും ഒക്കെ വേണ്ടി ചെലവഴിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ദുർബലമായ ശാരീരിക മാനസിക അസ്വസ്ഥതകളെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരാളെ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വളരെ സൂക്ഷിച്ച് ചെയ്യണമായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുക്കാതിരുന്നു, അതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ചെയ്ത് കാണും, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് വേണ്ട രീതിയിലുള്ള ഒരു കാരുണ്യം, അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ടാണ് പുള്ളി സത്യത്തിൽ വയലൻ്റ് ആയത്. അല്ലാണ്ട് പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന അദ്ദേഹം ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് നിയമസഭയ്ക്ക് മത്സരിച്ചിട്ട് എന്തിയാണ്? നിയമസഭയ്ക്ക് മത്സരിച്ചു, ഇനി കോർപ്പറേഷനിലേക്ക് മത്സരിക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അപ്പോൾ അദ്ദേഹം വൈകാരികമായിട്ട് പലപ്പോഴും പ്രതികരിക്കുന്നതാണ്, ഇപ്പോഴും പ്രതികരിച്ചു എന്നുള്ളത് കവിഞ്ഞ് വലിയ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ നമ്മൾ വ്യക്തമായൊരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു എഡ്ജ് UDF-ന് ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് കഴിഞ്ഞ മാസം വരെ രേഖപ്പെടുത്താമായിരുന്നു. പക്ഷേ നിലവിൽ ഈ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ തർക്കങ്ങൾ, വിമതശല്യം, വിമത സ്വരം ശക്തമാകുന്നു. UDF-നുള്ളിൽ, കോൺഗ്രസിനുള്ളിലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എഡ്ജ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം നിലനിർത്താൻ കോൺഗ്രസിനും UDF-നും സാധിക്കുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഈ എഡ്ജിൻ്റെ കാര്യം അവിടെ കേട്ടോ, അത് ശരിക്കുള്ളതാണോ അതോ നമുക്ക് തോന്നിയതാണോ എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 21 പരാജയത്തിന് ശേഷം ക്രമാനുഗതമായിട്ട് തൃക്കാക്കര അങ്ങനെ പിടിച്ച് തൃക്കാക്കര, പുതുപ്പള്ളി, പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഓരോ വിഷയത്തിൽ പിടിച്ച് കയറി ഇപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ, അത് കഴിഞ്ഞ് സതീശൻ്റെ പുതുയുഗ യാത്ര വരെ വളരെ വേഗത്തിലല്ലെങ്കിലും സാമാന്യമായ രീതിയിൽ UDF-ൻ്റെ മുന്നേറ്റം വരും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുന്നേറ്റം വരും. അതാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടത്. അത് തന്നെയാണ് ഇനി നമ്മുടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. അതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ LDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ
ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ആളുകളുടെ ഇടയിലുണ്ട്. അതുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് കയറി വരാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ലീഡർഷിപ്പിൽ വലിയ ആലോചന ഉണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങനെയല്ലോ സാധാരണ കോൺഗ്രസിൻ്റെ തറവാട്ട് പാരമ്പര്യം പ്രമാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വാരിയും വേല വയ്ക്കുകയും കോല് വയ്ക്കുകയും കുതികാലി വിട്ടുമൊക്കെ ചെയ്യേണ്ടതാണ്. അത് താരതമ്യേന കുറവായിരുന്നു. അപ്പം അങ്ങനെ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം പുറമേക്ക് കൊടുത്തു. പിന്നെ ഈ സമീപകാലത്ത് ഈ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. അതൊക്കെ കുറച്ച് ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്നത് ശരിയോ തെറ്റോ എന്ന വിഷയവും സ്വാഭാവികമായിട്ട് ഉയർന്നു. അതും രാഷ്ട്രീയമായിട്ട് കുറച്ചൊക്കെ ദോഷം ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും കോൺഗ്രസ്സിന് UDFന് ഭയപ്പെടേണ്ടതായ ഒന്നും തന്നെ ഇല്ല എന്നൊരു തോന്നലുണ്ടായി. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ചില നേതാക്കന്മാർ കോൺഗ്രസ്സിലേക്ക്, ചിലർ BJPയിലേക്കൊക്കെ പോകുന്ന പോലത്തെ സാഹചര്യം ഉണ്ടായി. അപ്പോൾ എല്ലാം കൊണ്ടും UDFന് വളരെ ഗുണകരമായ സുഖകരമായ ഒരു കാലാവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നിയത്. അതും അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഈ പുതിയ യാത്രയൊക്കെ നടന്നത്. പക്ഷേ അതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയം അതൊരു വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം സാധാരണ ഉണ്ടാവാറുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉണ്ടായാലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AICC പ്രസിഡന്റ് ഒപ്പിട്ട സ്ഥാനാർത്ഥി പട്ടിക വെട്ടിത്തിരുത്തി വേറെ 3 പേരെ കൊണ്ടുവന്ന സംഭവം ഇറക്കാണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ ചേരിതിരിവ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുള്ളതുകൊണ്ട് അത് നേരെ ജനങ്ങളിലേക്ക് എത്തും. പണ്ടാണെങ്കിൽ മാതൃഭൂമിയിലോ മനോരമയിലോ കേരള കൗമുദിയിലോ വായിച്ചിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല. താല്പര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇതിനെക്കുറിച്ച് വെൽ ഇൻഫോംഡ് ആണ്. ആളുകൾക്ക് അറിയാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2 ദിവസത്തിനിടയ്ക്ക് പട്ടിക വന്നു. കുറച്ച് പേർക്ക് സീറ്റ് കിട്ടിയില്ല. ചില വന്യവയോധികരായ ആളുകൾ എന്നേക്കുമായിട്ട് ഒഴിവാക്കപ്പെട്ടു. ചില ചെറുപ്പക്കാർക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം കിട്ടി, പക്ഷെ പലർക്ക് കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. 140 സീറ്റല്ലേ ആയുള്ളൂ. അതിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്നത് അതിനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിലോ പാർട്ടി കോൺഗ്രസ് അല്ല. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള അട്ടിമറി എന്ന് പറയുന്നത് ജയസാധ്യത ഉള്ള ആളുകളെ ആണല്ലോ ഓരോ സീറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അതെ, ചെയ്തിട്ടുള്ളത് മറിച്ചാണ്. ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചല്ല, അല്ലെങ്കിൽ K. സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവർ നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് വേണം എന്ന് പറഞ്ഞ് കലാപം കുടിയേർത്തിയതുമല്ല. അതൊക്കെ ഒരു ദിവസം കൊണ്ട് തീർന്നല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അപകടം എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ വീതം വെച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ന് ചോദിച്ചാൽ ജയിക്കാവുന്ന സീറ്റിലേക്ക് തോൽക്കാവുന്ന സ്ഥാനാർത്ഥി വരികയാണ്, അല്ലെങ്കിൽ തീരെ ജയസാധ്യത ഇല്ലാത്ത ആളുകൾ വരികയാണ്. അത് സ്വാഭാവികമായിട്ടും മുന്നണിയെ പൊതുവിലും കോൺഗ്രസ് പാർട്ടിയെ പ്രത്യേകിച്ചും ബാധിക്കും. ലീഗിൻ്റെ സാമ്രാജ്യത്തിൽ വലിയ വിള്ളലൊന്നും സംഭവിക്കില്ല. 1-2 സീറ്റ് കിട്ടുകയോ കൂടുതൽ കിട്ടുകയോ പോവുകയോ ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമല്ല. മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഇപ്പോൾ UDFിൽ യാതൊരു പ്രസക്തിയുമില്ല. ജോസഫ് ഗ്രൂപ്പ് മുതൽക്ക് ജോസഫ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ജേക്കബ് ഗ്രൂപ്പ്, CMP, JSS, അതൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ലീഗ് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു എന്ന ഒരു ഫീല് വന്നാൽ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോകും. ഉറപ്പല്ലേ? പക്ഷെ പ്രശ്നം അതുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള വലിയ അപാകതയാണ്. ഇപ്പോൾ പബ്ലിഷ് ചെയ്ത 2 സ്ഥാനാർത്ഥി പട്ടികയും ഞാൻ നോക്കി. വളരെ ദയനീയമാണ്. കോൺഗ്രസിൻ്റെ കോട്ട കൊത്തറങ്ങളിൽ പോലും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥി. ഒരു ബുദ്ധിജീവിയാണ്. കാഞ്ഞിരപ്പള്ളി കോളേജിലെ പ്രൊഫസറാണ്. ബുദ്ധിജീവികളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എതിർഭാഗത്ത് വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ ചമ്പക്കര കുറുപ്പിൻ്റെ മകനാണ് ഡോക്ടർ ജയരാജ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കാനായിട്ട് ഒരു കോളേജ് പ്രൊഫസർ മതിയാവും. മറ്റേ പുള്ളി പ്രൊഫസറായിരുന്നു, അത് വേറെ പുതുമുഖമാണ്. പൂഞ്ഞാർ സ്ഥാനാർത്ഥിയുടെ അതിൽ കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിന് പുറത്ത് ആരും അദ്ദേഹത്തെ അറിയില്ല. എങ്ങനെയൊക്കെ പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് വന്നു നമുക്ക് ആർക്കും അറിയില്ല. ഇതാണ് സാഹചര്യം. മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അത് UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതുപോലെയല്ല ഇവിടെ. ഇത് പാർട്ടി സംവിധാനത്തെ, സംഘടനയെ ബാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പോയിരിക്കും. അതുപോലെ തീരെ അപ്രാപ്തരായ ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വന്നാൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാവുന്ന ഒരു അപകടം. കാര്യം വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. പക്ഷേ ആൻറ്റി ഇൻകംബൻസി ആർക്കെതിരായിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിനെതിരായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായിട്ടാണ്.
നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ എം എൽ എയോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിരോധം തോന്നേണ്ട ആവശ്യമില്ല. എം എൽ എ കൊണ്ട് കഴിയുന്നതിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിറ്റിംഗ് എം എൽ എമാർക്ക് എല്ലാ സീറ്റും കൊടുത്തിരിക്കുകയാണ് CPM. അവരവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു സ്ട്രോങ് വിക്കറ്റിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. നേരെ മറിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വളരെ വഴുതുന്ന ഒരു പ്രതലത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് ഒരേ സമയത്ത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതോടൊപ്പം കടന്നാക്രമിക്കുകയും ചെയ്യണം. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ മെച്ചപ്പെട്ട സീറ്റുകളിൽ മോശപ്പെട്ട സ്ഥാനാർത്ഥികൾ വരുന്നതിൻ്റെ കുഴപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പൂജാർ, അതുമല്ലെങ്കിൽ UDFിന് വലിയ മേൽക്കോയ്മ സ്ഥലമില്ല. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ റാന്നിയിലെ സ്ഥാനാർത്ഥി, അടൂർ മണ്ഡലത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥി, ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇവരെത്ര ആളുകൾ അറിയും ഈ നാട്ടിൽ? ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതൊക്കെ ഓരോ വീതവെപ്പിൻ്റെ ഭാഗമായിട്ട് സതീശൻ കുറേ ആളുകൾ കൊടുക്കും, രമേശ് വേറെ കുറച്ച് ആൾക്കാരും, KPC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചില പേരുകൾ എടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ആകെ കൺഫ്യൂഷനിൽ ചെന്ന് അവസാനിക്കും. ഇതാണ് സംഭവം. നടന്ന കാര്യം ഇത്ര തന്നെയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ കരുതിയിരുന്ന ഒരു എഡ്ജ് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പറയാൻ സാധിക്കുമെങ്കിലും ഈ ശേഷിക്കുന്ന 3 ആഴ്ച അത് വളരെ നിർണായകമായിരിക്കും അങ്ങനെയെങ്കിൽ. അപ്പോൾ അവിടെ VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ ലീഡിംഗ് കപ്പാസിറ്റി, ഒപ്പം തന്നെ K സുധാകരൻ്റെ സഹകരണം, അത്തരത്തിലുള്ള ഒട്ടേറെ ഫാക്ടേഴ്സ് ഇനി അങ്ങോട്ട് UDFിൻ്റെ ജയസാധ്യതയെ സ്വാധീനിക്കുന്ന വലിയ ഘടകങ്ങളായി നിൽക്കും, അല്ലേ സർ? തീർച്ചയായിട്ടും അതാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഓരോ ദിവസവും എണ്ണപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ ഇനീഷ്യലായിട്ടുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ വിവാദത്തിന് ശേഷം വല്ലാതെ മങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൊണ്ട് LDF പരാജയപ്പെടും. UDF ബൈ ഡിഫോൾട്ട് വിജയിക്കും. UDFിൻ്റെ മേൽമോട്ടല്ല, LDFിൻ്റെ പരാജയം കൊണ്ട് ഇവർ വിജയിക്കും. അപ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ എന്തുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ സർ, ചില കാര്യങ്ങൾ, അതായത് ഇവിടെ UDFിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. BJP എന്ന ഒരു കക്ഷി ഇവിടെ സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. അവർ ഒരു ഫോഴ്സ് ടു റെക്കൺ ആയി മുൻപ് എന്നത്തെക്കാളും ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ വളർച്ച ഈ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും UDFിനെ സംബന്ധിച്ചാണെങ്കിലും വലിയ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. BJPയുടെ സാന്നിധ്യവും പ്രചാരണവും എത്രത്തോളം വെല്ലുവിളിയാണ് ഇപ്പോൾ UDFിന് സൃഷ്ടിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങ് ഇടയ്ക്ക് തന്നെ സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFിനുണ്ട്, കോൺഗ്രസിനുണ്ട് എന്ന ആ ഒരു വിഷയം BJP ക്യാമ്പിൽ നിന്നും വളരെ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കില്ലേ? അതുമാത്രമല്ല, BJP വളർന്നു. പഴയ BJP അല്ല. BJP ഒരു വളരെ ഫോർമിഡബിൾ ഫാക്ടറായിട്ട് മാറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പരമ്പരാഗതമായിട്ടുള്ളൊരു വളർച്ച മാത്രമല്ല. മുമ്പൊക്കെ കോൺഗ്രസിൽ നിന്ന് പിടിക്കുന്ന വോട്ടുകളാണ് BJPയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. അത് LDFിൽ നിന്ന് വോട്ട് പിടിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാധനം അവിടെയുണ്ട്. രണ്ടാമത്, ഇവർ എത്ര വോട്ട് പിടിക്കും, അത് എവിടെ നിന്ന് പിടിക്കും? ചില സ്ഥലങ്ങളിൽ UDFിൽ നിന്നായിരിക്കും, ചില സ്ഥലത്ത് LDFിൽ നിന്നായിരിക്കും, ചില സ്ഥലത്ത് അവർ സ്വന്തമായിട്ടായിരിക്കും. അപ്പോൾ അതും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് വേറൊരു ഘടകം. പിന്നെ ഇതിൽ UDFിനെ സംബന്ധിച്ചൊരു അപകടം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ തന്നെയാണ് BJP പിടിക്കുക. ആ വോട്ട് തന്നെയാണ് കോൺഗ്രസ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വോട്ട് പോയി കഴിയുമ്പോൾ അത് BJPയിലേക്ക് പോയാൽ പിന്നെ ഇവർക്ക് പിടിക്കാനുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ചില അപകടങ്ങൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് പൊതുവിൽ ഇപ്പോൾ നിരീക്ഷണം വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് ഉണ്ടായിരുന്ന എഡ്ജ് നഷ്ടപ്പെടുത്തിയോ എന്നൊരു സംശയം പൊതുവിൽ ഉയർന്നിരിക്കുകയാണ്. വിജയസാധ്യതയുള്ളവരെ എല്ലാം തന്നെ അവർക്ക് ഫീൽഡ് ചെയ്യാൻ സാധിച്ചോ? എല്ലാ മണ്ഡലത്തിലും ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രെഡിബിലിറ്റി ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നൊരു സംശയവും ഉയരുന്നുണ്ട്. അതാണ് ഇവിടെ UDF നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും ഇനി അങ്ങോട്ട് പ്രചാരണവേളയിൽ. ഇതിനൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് LDFിൻ്റെ നിലവിലെ സാധ്യതകളെക്കുറിച്ചാണ്. LDFിന് ഇനിയുമുണ്ട് തിരിച്ചടിക്കുവാനുള്ള സമയം. അവർക്ക് തങ്ങളുടെ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവർക്കുണ്ടായിട്ടുള്ള വീഴ്ചകൾ, അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള അവസരം കൂടി LDFിന് UDF ആയിട്ട് നൽകിയിരിക്കുകയാണ്.
മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ NDAയുടെ ക്യാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ BJPയിൽ ആത്മവിശ്വാസം കാണാൻ സാധിക്കുന്നുണ്ട്. മുൻപെന്നത്തേക്കാളും ഒരു ഇഫക്റ്റീവ് ക്യാമ്പയിനറായി അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എ ഫോഴ്സ് ടു റെക്കൺ ആണ് ഇന്ന് BJP എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ UDFൻ്റെ വോട്ടുകളാണ് അവർ പിടിച്ചിരുന്നത് എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത് LDF വോട്ട് ബാങ്കിലേക്കും അവർക്ക് കടന്നു കയറുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളം പോകുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഉദ്വേഗജനകമായ പ്രചാരണ ദിനങ്ങളിലേക്കാണ്, തിരഞ്ഞെടുപ്പിലേക്കാണ്. കാത്തിരിക്കാൻ നമുക്ക്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് A ജയശങ്കറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.